മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കോഴിക്കോട് 200 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. കോവൂരിൽ നിന്നാണ് ഡാൻസ് ഓഫ് സംഘം അരുൺകുമാർ എന്ന യുവാവിനെ പിടികൂടിയത്. അരുൺകുമാർ മറ്റ് ലഹരി കേസുകളിലും പ്രതിയാണ്. വിവരങ്ങളുമായി റിയാസ് കെമാർ ചേരുന്നുണ്ട്. റിയാസ്, കോഴിക്കോട് നിന്നാണ് ഒന്നും രണ്ടുമല്ല 200 ഗ്രാം MDMA-യുമായിട്ടാണ് യുവാവ് പിടിയിലായിരിക്കുന്നത്. മറ്റ് പല ലഹരി കേസിലെയും പ്രതി കൂടിയാണ് ഈ അരുൺകുമാർ. മറ്റ് വിവരങ്ങൾ എങ്ങനെയാണ് റിയാസ്? കുന്നു സ്വദേശി കുമാരി എന്ന അരുൺകുമാറിനെയാണ് ഡാൻസ് ഓഫും ഒപ്പം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇയാൾ ബാംഗ്ലൂരിൽ നിന്ന് എത്തിച്ച 200 ഗ്രാം MDMA-യുമായി പിടിയിലാകുന്നത്. നേരത്തെ 338 ഗ്രാം MDMA-യുമായി മുത്തങ്ങ എക്സൈസിന്റെ പിടിയിലായിരുന്നു. അതുകൂടാതെ കഴിഞ്ഞ ഏപ്രിലിൽ ഡാൻസ് ഓഫും കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസും ചേർന്ന് മറ്റൊരു ലഹരി കേസിലും ഇയാളെ പിടികൂടിയിരുന്നു. അങ്ങനെ 2 വർഷം ലഹരി കേസിൽ ജയിൽവാസം അനുഭവിച്ച ആൾ കൂടിയാണ് പൊതുവെ ലഹരി മാഫിയകൾക്കിടയിൽ കുമാരി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ അരുൺകുമാർ. അങ്ങനെ വലിയൊരു ലഹരി വേട്ടയാണ് ഡാൻസ് ഓഫ് നടത്തിയിരിക്കുന്നത്. ഡാൻസ് ഓഫ് കഴിഞ്ഞ ദിവസവും കോഴിക്കോട് നഗരത്തിൽ വലിയ ലഹരി വേട്ട നടത്തിയിരുന്നു. അന്ന് 717 ഗ്രാം MDMA-യാണ് 2 കേസുകളിലായി ഡാൻസ് ഓഫും പോലീസും ചേർന്ന് സിറ്റി പോലീസും ചേർന്ന് പിടികൂടിയത്. ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസും ഒപ്പം തന്നെ ഡാൻസ് ഓഫും ചേർന്നാണ് ഈ അരുൺകുമാറിനെ പിടികൂടിയത്. ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയത് മുതൽ കൃത്യമായ ഒരു നിരീക്ഷണത്തിലായിരുന്നു. അങ്ങനെയാണ് ഇയാൾ, പക്ഷെ ഇയാൾ ഇതൊന്നും പറയാത്തൊരു സാഹചര്യമാണ്. അങ്ങനെ ഇയാൾ ബാംഗ്ലൂരിൽ നിന്ന് MDMA-യുമായി എത്തിയ സമയത്താണ് ഡാൻസ് ഓഫിന്റെ വലയിലാകുന്നത്. ഡാൻസ് ഓഫ് ഇപ്പോഴും വളരെ സജീവമായി തന്നെ ഈ ലഹരി മരുന്ന് മാഫിയ ലഹരി കടത്തുമായി ബന്ധപ്പെട്ട കേസുകൾ നിരീക്ഷിച്ചു വരികയാണ്. കൂടുതൽ പേർ ഇനിയുള്ള ദിവസങ്ങളിൽ മറ്റ് കേസുകളിൽ കൂടി പിടിയിലാകാനുള്ള സാധ്യതയുണ്ടെന്നുള്ള സൂചനകളും ഡാൻസ് ഓഫും പോലീസും നൽകുന്നുണ്ട്. ശരി, വിവരങ്ങൾ പങ്കുവച്ചത് റിയാസ് കെമാർ.